തൃശൂർ നഗരത്തിൽ റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വണ്ടി വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് MG റോഡിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അമ്മ പത്മിനി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. കോർപ്പറേഷൻ പ്രതിപക്ഷ കൌൺസിലർമാർ MG റോഡ് ഉപരോധിച്ചു. MG റോഡിലെ ഈ കുഴിയിൽ നിന്നും രക്ഷ നേടാനാണ് വിഷ്ണുദത്ത് വാഹനം വെട്ടിച്ചത്. ആ വാഹനമാണ് ബസ്സിനടിയിൽ വീണതും മരണത്തിന് ഇടയാക്കിയതും. രാവിലെ 7:45 ദാരുണമായ സംഭവം. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്നു വിഷ്ണുദത്തും അമ്മ പത്മിനിയും. റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുദത്തിന്റെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കടയിൽ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ബസ് മുട്ടി ടൂ വീലർ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൂടെ ഞാനെ കണ്ടത്. സംഭവത്തിന് പിറകെ വൻ പ്രതിഷേധമാണ് തൃശൂർ MG റോഡിൽ നടന്നത്. കോൺഗ്രസ് BJP കൌൺസിലർമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നടപടിയെടുത്തില്ലെന്നുമാണ് ആക്ഷേപം. 22 വയസ്സുകാരൻ മരിച്ചിട്ടും ഇവര് യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെയല്ല ഇവർ കണ്ടത്. സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്ത പിണറായിയുടെ പോലീസ് ആ നയം ഇവിടെ ശരിയാവില്ല. ഗോവയില് ടൂർ പോയിരിക്കുന്നു, ഗോവയില് സെക്രട്ടറി ടൂർ പോയിരിക്കുന്നു. കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ ശ്രമത്തെ മണിക്കൂറുകളോളം കോൺഗ്രസ് BJP പ്രവർത്തകർ ചെറുത്തു. ഇതിനിടെ MG റോഡിൽ വൻ ഗതാഗതക്കുരുക്കുമുണ്ടായി. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോർപ്പറേഷനെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.